ഇവ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം മറ്റേ ഫേസിൽ ഇതിങ്ങനെ എറിച്ച് നിൽക്കുന്നുണ്ടെന്ന്. ഹായ്, ലോട്ടസ് ഡയറീസിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് മുതലേ ഈ സിനിമകളിലൊക്കെ ഈ ശാലീന സുന്ദരികളൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് പൊട്ടെന്ന് പറയുമ്പോൾ സ്പെഷ്യലി കുങ്കുമത്തിൻ്റെ പൊട്ടാട്ടോ, അതൊക്കെ തൊട്ട് മുടിയിൽ മുല്ലപ്പൂക്കെ ചൂടി കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാനും പണ്ടൊക്കെ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയം സ്കിൻ ടോൺ ആയതുകൊണ്ട് ഞാൻ ഈ കുങ്കുമം കൊണ്ട് പൊട്ട് തൊട്ട് കഴിഞ്ഞ് കണ്ണാടി നോക്കുമ്പം എനിക്ക് ഭയങ്കര ഡള്ളായിട്ട് തോന്നാറുണ്ട്. അതായത് ഈ കുങ്കുമത്തിൻ്റെ പൊട്ട് ബേസിക്കലി കുറച്ചൊന്നിങ്ങനെ എറിച്ച് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നാറില്ല. ഫേസിൻ്റെ കൂടെ നല്ല ഭംഗിയിൽ ഇണങ്ങി വരുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഒരു ഡൾ ഫീലിംഗ് തോന്നുന്നുണ്ട്. കുങ്കുമപ്പൊട്ട് ഞാൻ തൊടാറില്ലായിരുന്നു. കറുത്ത പൊട്ടില്ലേ, അതാണ് സ്ഥിരമായിട്ടും സ്കൂളിലും കോളേജിലൊക്കെ ഞാൻ തൊട്ടുകൊണ്ടിരുന്നത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഒരുപാട് പേര് ഈ ചുവന്ന കുങ്കുമപ്പൊട്ട് തൊടുന്നതും വീണ്ടും കുങ്കുമപ്പൊട്ടിനോട് എനിക്ക് ഒരു ഇഷ്ടവും താല്പര്യവും ഒക്കെ തോന്നി തുടങ്ങി. അപ്പം കുങ്കുമം തൊടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കുങ്കുമത്തിൻ്റെ ഒരു ബേസായിട്ട് നമ്മളൊരു കുങ്കുമ പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്ത് യൂസ് ചെയ്യും? മോയ്സ്ചറൈസർ. ഇന്നത്തെ കാലത്ത് എല്ലാവരും കുറച്ച് മോയ്സ്ചറൈസേഴ്സാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുങ്കുമം നല്ല ഷേപ്പായിട്ടോ അല്ലെങ്കിൽ നല്ല റൗണ്ടായിട്ടോ അങ്ങനൊന്നും നോർമലി കിട്ടാറില്ല. അതിങ്ങനെ അതിൻ്റെ ഷേപ്പൊക്കെ പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് എങ്ങനെ പോയാലും ഫേസിനകത്ത് സ്യൂട്ടായിട്ട് വരുന്ന പോലെ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചു. മാത്രമല്ല എനിക്കെപ്പോഴും ഈ സ്കിൻ ഒത്തിരി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം അത് കാരണം ഞാൻ ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന പരിപാടി മാറ്റിയിട്ട് അതിന് പകരം നെയ്യില്ലേ, നെയ്യ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുങ്കുമം വെച്ച് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വെയിലും അതും ഇതൊക്കെ കൊണ്ട് നെയ്യ് ഉരുകാൻ തുടങ്ങി. കുങ്കുമവും അതിൻ്റെ കൂടെ ഉരുകി താഴോട്ട് വന്ന് മുഖം മൊത്തമായി കുളമായി. അങ്ങനെ പിന്നെ ഞാനത് ഉപേക്ഷിച്ചു. പിന്നെ കുങ്കുമപ്പൊട്ട് എന്നുള്ള ആഗ്രഹം ഞാനങ്ങനെ ഉപേക്ഷിച്ചു. ഈ അരഗജം എന്ന് പറയുന്നത് ഇവിടെ തമിഴ്നാട്ടിൽ പലരും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനത് എന്താണ് ഏതാണെന്നൊന്നും കൂടുതൽ അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് കുറേ മനസ്സിലാക്കുന്നത്. അതായത് അതിന് കുറച്ച് സ്പിരിച്വൽ എന്താ പറയുക ബെനിഫിറ്റ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അരഗജം കൊണ്ട് കുങ്കുമത്തിൻ്റെ പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ അത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടും എത്രമാത്രം ഭംഗിയായിട്ടും ഇരിക്കുമെന്നുള്ളത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കുങ്കുമപ്പൊട്ട് തൊടാൻ വേണ്ടി പണ്ടത്തെ കാലത്തെ ഇവിടുത്തെ സ്ത്രീകൾ യൂസ് ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ അരഗജം ആക്ച്വലി ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു. അതല്ലാതെ നമുക്കിവിടെ ഈ പറയുന്ന കണക്ക് അമ്പലങ്ങളിലൊക്കെ പൂജാ സ്റ്റോറിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പരീക്ഷിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഈ അരകചം വെച്ചിട്ട് ഒന്ന് കുങ്കുമം ട്രൈ ചെയ്ത് നോക്കി. കുങ്കുമം പൊട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് മെറൂൺ ഷെയ്ഡാണ്. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച അരകചം. അപ്പം ചെയ്യുമ്പോൾ ഇങ്ങനൊരു ടിന്നാണ് കിട്ടുന്നത്. കണ്ടോ, ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഇരിക്കും. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തുകൊണ്ടാണ് അതിനകത്ത് ഈ ഒരു ഷെയ്ഡ് ഇരിക്കുന്നത്. കണ്ടോ? അപ്പം ഞാൻ ആദ്യം ഇതുകൊണ്ട് അരകചത്തിൻ്റെ ഒരു ബേസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുങ്കുമം ഇട്ട് കാണിച്ചു തരാം. ഞാനിപ്പം അരകചത്തിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ബേസ് ആക്ച്വലി തൊട്ട് കഴിഞ്ഞു. അത് തന്നെ ഞാൻ ആക്ച്വലി കൈ കൊണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുങ്കുമം അപ്ലൈ ചെയ്യാം. കുങ്കുമം എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇടുവാണ്. കണ്ടോ, ഷിക്കാർ തൊട്ടേക്കുന്ന പോലെ ഇല്ലേ? ശരിക്കും കുങ്കുമമാണ് തൊട്ടേക്കുന്നത്. അപ്പം
എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നോക്കാം. അതിൻ്റെ റെഡ്, അതിൻ്റെ ആ എഡ്ജൊക്കെ, നോർമലി അതിൻ്റെ എഡ്ജിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കുങ്കുമത്തിൻ്റെ പൗഡറൊക്കെ ഇങ്ങനെ സൈഡിലിങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കും. പക്ഷേ ഇത് തൊടുമ്പം എനിക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഒന്നാമത് ആ ഒരു മെറൂൺ ഷെയ്ഡാണ് ഇത്, ത്രിവിഷ്ടിയുടെ മെറൂൺ ഷെയ്ഡാണിത്. പക്ഷേ ഈ മെറൂൺ ഷെയ്ഡിനൊപ്പം തന്നെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം മറ്റേ ഫേസിൽ ഇതിങ്ങനെ എറിച്ച് നിൽക്കുന്നുണ്ടെന്ന്. ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് കുങ്കുമം തൊടാൻ പറ്റും, ഇഫ് അരഗജമാണ് നമ്മുടെ ബേസായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.